നമസ്കാരം. എല്ലാവർക്കും പരാശക്തി ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് 1201 മലയാള വർഷത്തെ ഫലങ്ങൾ, അതായത് 2025 ആഗസ്റ്റ് പകുതി മുതൽ 2026 ആഗസ്റ്റ് പകുതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള രാശിയുടെ ഫലങ്ങൾ. മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേരുന്ന 2.25 നക്ഷത്രം. ആദ്യമായി നമുക്ക് ആരോഗ്യ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ വിഷയം എടുത്താൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന കാലഘട്ടമാണ്. എന്നാൽ ചെറിയ തോതിൽ ഉദരപീഡ, ശിരോരോഗം, വിഷഭയം, അഗ്നിഭയം, ക്ഷതം ഇവയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യവുമാണ്. രണ്ടാമതായി നമ്മൾ പറയുന്നത് സാമ്പത്തിക രംഗമാണ്. സാമ്പത്തികത്തിൽ വലിയ ഉയർച്ചയുണ്ടാവുന്ന ഒരു ഘട്ടമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച്. എന്നാൽ ചിലവ് അധികമാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങൾ നേരിടാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ രീതിയിൽ പണം ചെലവഴിക്കേണ്ട സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് വേണം അതിനൊക്കെ തീരുമാനം എടുക്കേണ്ടത്. ലോൺ, മറ്റു രീതിയിലുള്ള പണമിടപാടുകൾ ഇവ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ശുഭകരം. പുതിയ പദ്ധതികളൊക്കെ അനുകൂലമായി വരുമെങ്കിലും ക്ഷമയോടെ അവ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക ഇടപാട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് സാരം. ഇനി വിവാഹാദി വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ, അവ വളരെ അനുകൂലമായ സമയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ല വിവാഹത്തിന് സാധ്യതയുള്ള സമയമാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല വിവാഹയോഗമൊക്കെ ഉണ്ടായിത്തീരുകയും ചെയ്യും. ഇഷ്ടവിവാഹമൊക്കെ നടന്നു കിട്ടാനും സാധ്യതയുണ്ട്. ഇനി ദാമ്പത്യ ജീവിതത്തിലെടുത്താൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അസ്വാരസ്യതകളൊക്കെ ഉണ്ടാകാം. ഇവ പറഞ്ഞു പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. സന്താനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ ആരോഗ്യകാര്യത്തിലും കൂടുതലായ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടവുമാണ്. സഹോദരങ്ങളുമായോ മുതിർന്നവരുമായോ സാമ്പത്തിക വിഷയത്തിലോ അല്ലാതെയോ ഒക്കെ ചില കലഹങ്ങളോ തർക്കങ്ങളോ ഒക്കെ വരാം. ഇവ നിയമവശത്തിലോട്ട് പോവാതെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതായിരിക്കും ഏത് പ്രകാരത്തിനും നല്ലത്. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എടുത്താൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുള്ള കാലഘട്ടമാണ്. മത്സരാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. അന്യദേശ പഠനവും സാധ്യതയുണ്ട്. തൊഴിൽ രംഗമെടുത്താൽ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ഉചിതമായി ക്ഷമയോടെ നേടിയെടുക്കേണ്ടുന്ന സമയമാണ്. പൊതുവെ ജോലിയിൽ ഉയർച്ച, സ്ഥാനമാറ്റം, ബിസിനസ് രംഗത്ത് ഉന്നതി, കാർഷികപരമായ ഗുണങ്ങൾ ഇവയൊക്കെ അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച്. എല്ലാ കാര്യത്തിലും അമിതമായ ആത്മവിശ്വാസം കഴിവതും ഒഴിവാക്കുക. അടുത്തതായി നമ്മൾ പറയുന്നത് ഇടവൻ രാശിയെക്കുറിച്ചാണ്. ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം, മകയിരത്തിൻ്റെ പകുതി ഭാഗം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 2ാം ഭാവത്തിലാണ്, ശനി 11-ലുമാണ്. സാമ്പത്തികമായി അനുകൂലമായ സമയമാണ്. മികച്ച നേട്ടങ്ങൾ പലതും ലഭ്യമാകുകയും ചെയ്യും. പരിശ്രമത്തിന് ഫലമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പല വിധത്തിൽ വരുമാനങ്ങൾ അവർക്ക് വന്നു ചേരും. കടങ്ങളൊക്കെ പരിഹരിക്കാനാകും. ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങുക, കൃഷിപരമായ ലാഭം, നിക്ഷേപകാര്യങ്ങൾക്ക് അനുകൂലം, ഇതൊക്കെ സാധ്യമാവുന്ന സന്ദർഭങ്ങളും ആണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല വിജയമുണ്ടാവുന്ന കാലഘട്ടവും കൂടിയാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ തൊഴിൽ ആരംഭിക്കുവാനും സാധിക്കും. സ്ഥാനക്കയറ്റം, ബഹുമതി ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗമെടുത്താൽ അവയിൽ ഉന്നതി, പരീക്ഷാദികളിൽ വിജയം,
അതുപോലെ പല വിധത്തിൽ അറിവുകൾ നേടുവാനും സാധിക്കുന്ന സമയവും കൂടിയാണ്. ചെയ്യുന്ന കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും മതിയായ അംഗീകാരം ലഭ്യമാകുകയും ചെയ്യും. നല്ല വിവാഹയോഗമുണ്ട്, ദാമ്പത്യ സൗഖ്യമുണ്ടാകും, കുടുംബകാര്യങ്ങളിൽ ശാന്തിയും സന്തോഷവും ഉണ്ടാകും, മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനും യോഗമുണ്ട്. അതുപോലെ മംഗളയാത്രകളൊക്കെ സാധ്യമാകും, സന്താനങ്ങൾക്ക് സൗഖ്യവും ഉണ്ടാകും, പുതിയ സൗഹൃദങ്ങളും ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ആരോഗ്യ വിഷയത്തിൽ മെച്ചപ്പെട്ട സമയമാണ്. ശാരീരിക മാനസിക വിഷമതകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ചിട്ടയായ ജീവിതശൈലിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. മുൻപുണ്ടായിരുന്ന പല രോഗാവസ്ഥകളൊക്കെ മാറുന്ന സമയവും കൂടിയാണ്. വിനോദയാത്രകളൊക്കെ ചെയ്യുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അടുത്തതായി മിഥുനൻ രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മകയിരത്തിൻ്റെ 2ാം പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യത്തിൽ മെച്ചമുണ്ടാകുന്ന കാലഘട്ടമാണ്. രോഗാവസ്ഥകൾക്കൊക്കെ അവർക്ക് പരിഹാരമുണ്ടാകും. നേരത്തെ പലവിധ രോഗാവസ്ഥകളാൽ വിഷമിച്ചവർക്ക് അതിൽ നിന്നൊക്കെ മോചനമുണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടവുമാണ്. എങ്കിൽ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ ചികിത്സകളൊന്നുമില്ലാതെ തന്നെ അതിന് ശമനമുണ്ടാകുകയും ചെയ്യും. മനക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളൊക്കെ വന്നാലും അവയിലൊക്കെ നമുക്ക് വിജയിക്കുവാനും സാധിക്കും. തുടക്കത്തിൽ കുറച്ച് വിഷമതകളൊക്കെ തോന്നാം, എങ്കിലും പിന്നീടത് ഗുണകരമായി മാറും. ഇനി വിവാഹ വിഷയമെടുത്താൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വിവാഹത്തിന് സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾ നടത്തുമ്പോൾ പൂർണ്ണമായ ഒരു അന്വേഷണത്തിലൂടെയാകണം വിവാഹം നടത്തേണ്ടത്. ദാമ്പത്യ വിഷയത്തിലുള്ള വൈഷമ്യങ്ങളൊക്കെ പരിഹരിക്കുന്ന കാലഘട്ടവും കൂടിയാണ്. കേസ്, കലഹം മുതലായവയുമായി പോയവരിൽ പലരും വീണ്ടും യോജിക്കുവാൻ സാധ്യതയുള്ള കാലഘട്ടം കൂടിയാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ പുരോഗതി മുൻ വർഷത്തേക്കാൾ കൂടുതലായി ഉള്ള സമയമാണ്. വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ യോഗം സിദ്ധിക്കുമെന്ന് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ സമയമുണ്ട്. പ്രതീക്ഷിക്കുന്ന പഠനം, വിദേശ പഠനം മുതലായവയ്ക്കൊക്കെ അനുകൂലമായ സന്ദർഭവുമാണ്. സാമ്പത്തികമായും പുരോഗതി കൈവരുന്ന സമയവും കൂടിയാണ്. മുടങ്ങിക്കിടന്ന സംരംഭങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും പച്ചപിടിക്കുവാനും സാധ്യതയുണ്ട്. കൂട്ടുസംരംഭത്തിലൂടെയോ ഒറ്റയ്ക്കോ പ്രവൃത്തികളിലൊക്കെ ആരംഭിക്കുന്നതിനും അതിലൂടെ വിജയം നേടാനൊക്കെ സാധിക്കും. ധനസിദ്ധിയും പ്രതീക്ഷിക്കാം. ജനുവരി കഴിയെയുള്ള സമയം കൂടുതൽ മെച്ചമാകുമെന്നാണ് കാണുന്നത്. കാർഷിക പുരോഗതി, ബിസിനസ് പുരോഗതി, വിദേശ ധനസിദ്ധി, മറ്റ് മേഖലയിൽ നിന്ന് വരുമാനം ഇവയൊക്കെ ലഭ്യമാകും എന്ന് തന്നെയാണ് ഈ വർഷത്തെ ഫലം നോക്കിയതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. മെച്ചപ്പെട്ട ഭൂമി വാങ്ങി ഉത്തമ ഭവന നിർമ്മാണത്തിനും അതുപോലെ നല്ല വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും യോഗമുള്ള കാലഘട്ടം കൂടിയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. തൊഴിൽ രംഗത്ത് വിജയവും മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യതയും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും സ്ഥാനമാനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ഈ വർഷത്തെ രാശിഫലം നോക്കിയതിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത്. ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും. പല വിധത്തിൽ കർമ്മപുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. പ്രതീക്ഷിക്കാതെ പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുകയും ചെയ്യും. പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ഗണപതി ഹോമം നടത്തുക, ഭഗവതിക്ക് പൂജ നടത്തുക മുതലായവ ചെയ്യണം. ഓരോ മതസ്ഥരും അതാത്
മതാചാരപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ ചെയ്യുന്നത് ഏത് വിധേനയും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. അടുത്തതായി കർക്കിടകക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം ചേർന്ന 2.25 നക്ഷത്രം വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 12ലാണ് വ്യാഴം, ഭാഗ്യസ്ഥാനത്താണ് ശനി, അഷ്ടമരാശിയിലാണ് രാഹുവിൻ്റെ സഞ്ചാരം. ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും, അതായത് പ്രത്യേകിച്ച് ഉദരപീഡ, പാദരോഗം ഇവയൊക്കെ ഉണ്ടാകാം. വിഷമിക്കേണ്ടതില്ല, ഇതൊക്കെ ശമനമുണ്ടാകുകയും ചെയ്യും. മുൻപുണ്ടായിരുന്ന പല രോഗാവസ്ഥകളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധ്യതയുള്ള സമയമാണെന്ന് തന്നെയാണ് രാശിഫലത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സാമ്പത്തിക വിഷയം നോക്കിയാൽ അധിക സാമ്പത്തിക ചിലവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തു വേണം മുന്നോട്ട് പോകുവാൻ. പല രീതിയിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കാതെ സൂക്ഷിക്കണം. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. നല്ല വിവാഹയോഗമുണ്ട്. വിവാഹാനന്തരം നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകും. അതുപോലെ ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട്. കുടുംബപരമായ വഴക്കുകളോ സഹോദരാദി വിരോധങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും. അത് കണക്ക് പൂർവിക സ്വത്ത് ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണ്. നല്ല വിദ്യാഭ്യാസത്തിനൊക്കെ യോഗമുണ്ട്. വിദേശത്ത് പോകാനൊക്കെ യോഗമുണ്ട്. പക്ഷേ അലസത, ഉത്സാഹക്കുറവ് ഇത് മുഖേന ഇതിനകത്ത് തടസ്സങ്ങൾ ഉണ്ടാവാതെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നൂതന പഠന സമ്പ്രദായങ്ങൾ ഒക്കെ അനുകൂലമായി വരുന്ന സമയമാണ്. പ്രൊഫഷണൽ കോഴ്സുമായി ബന്ധപ്പെട്ടവരിൽ കൂടുതൽ അനുകൂലത ഉണ്ടെന്നും പറയാം. മുൻ വർഷത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥ വിദ്യാഭ്യാസ കാര്യത്തിൽ വന്നു ചേരുന്ന സമയമാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. ഗൃഹനിർമ്മാണം, ഭൂമി ലഭ്യത, വാഹനയോഗം, വ്യാപാര ഉന്നതി ഇവയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. കർമ്മമേഖലയിൽ ഉന്നതിയും തൊഴിൽ ലഭ്യതയും പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ വിജയവും പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ബിസിനസ്സും വിദേശ ജോലി ലഭ്യതയും സാധ്യമാകുന്ന കാലഘട്ടവും കൂടിയാണ്. ജോലിയിൽ പ്രവേശനം പ്രതീക്ഷിച്ചിരുന്നത് ലഭ്യമാകാൻ സാധ്യതയുള്ള കാലമാണ്. കലാകായിക വിജയത്തിനും സാധ്യതയുണ്ട്. ഭാഗ്യം പല സന്ദർഭങ്ങളിലും സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിലും അനുകൂലമായ അവസ്ഥകളും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ കർക്കിടകക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ധാരാളം അനുഭവിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. ഏതായാലും ഗണപതിക്കുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണം. അതിനോടൊപ്പം ശനിപ്രീതി, ശാസ്താക്ഷേത്ര ദർശനം, നവഗ്രഹ പൂജ ഇവയൊക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി ചിങ്ങക്കൂറുകാരെക്കുറിച്ചാണ് പറയുന്നത്. ചിങ്ങൻ രാശിക്കാരെക്കുറിച്ച് പറഞ്ഞാൽ ആരോഗ്യ വിഷയം മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും. എന്നാൽ വർഷാന്ത്യത്തിൽ ചില ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. ചികിത്സ വേണ്ടി വരുന്ന കാലഘട്ടമാണ്. എന്നാലും അതിൽ വിഷമിക്കേണ്ടതില്ല, അതിന് ശമനമുണ്ടാകും. ക്ഷതമുണ്ടാകാതെ സൂക്ഷിക്കണം. അത് കണക്ക് ഉദരപീഡ, കഫപീഡ, നീർദോഷം, നരമ്പ് സംബന്ധമായ രോഗാവസ്ഥകൾ ഇവയൊക്കെ ഉണ്ടാകുവാനാണ് സാധ്യത കൂടുതലായിട്ട് ഉള്ളത്. വിവാഹാദി വിഷയങ്ങളിലൊക്കെ വളരെ അനുകൂലമായ സന്ദർഭമാണ്. നല്ല വിവാഹയോഗമൊക്കെ സിദ്ധിക്കും. വിവാഹാനന്തരം ജോലി കിട്ടുവാനും അത് കണക്ക് വിവാഹ സംബന്ധമായ രീതിയിൽ അനുകൂലത വന്നതിന് ശേഷം വിദേശ യാത്രകൾ, മറ്റ് ധനസിദ്ധി ഇവയ്ക്കൊക്കെ അനുകൂലമായ സന്ദർഭങ്ങളും വന്നു ചേരും എന്ന് തന്നെയാണ് രാശിപ്രകാരത്തിൽ കാണുന്നത്. മംഗളയാത്രകളൊക്കെ നടന്നു കിട്ടും. പുണ്യസ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുവാൻ സാധിക്കും. അത് കണക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം ഉദ്ദേശിക്കുന്ന പഠനങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും. പ്രശംസ, ഗുരുജനപ്രീതി ഇവയും ഉണ്ടാകും. വിഷയങ്ങളൊക്കെ വളരെ താല്പര്യത്തോടെ തന്നെ കൈകാര്യം ചെയ്യുവാനും സാധിക്കും. നല്ല സാമ്പത്തിക അഭിവൃദ്ധിയുള്ള കാലഘട്ടമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. മുടങ്ങിക്കിടുന്ന പ്രവർത്തനങ്ങളൊക്കെ
ഉണർന്ന് പ്രവർത്തിപ്പിക്കുന്നതിനും അത് കണക്ക് വിദേശത്തും ധനസ്ഥിതി ലഭിക്കുന്നതിനും കാർഷിക രീതിയിൽ ഗുണങ്ങളുണ്ടാകുന്നതിനും ഭൂമി ലഭ്യത, ഭവന നിർമ്മാണം, പൂർവ്വ സ്വത്ത് ലഭ്യത, നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുക ഇവയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ്. കടബാധ്യതകളൊക്കെ പരിഹരിക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. കർമ്മമേഖലയിൽ വിജയമുണ്ടാകും. ഒന്നിലധികം തൊഴിൽ ചെയ്യുവാനും അവയിലൊക്കെ വിജയിക്കുവാനും സാധിക്കും. സ്വദേശത്തോ വിദേശത്തോ ജോലി ലഭ്യതയുള്ള കാലഘട്ടമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂകളിലൊക്കെ വിജയവും ജോലി ലഭ്യതയും ഉണ്ടാകും. മുൻ വർഷത്തേക്കാൾ ഉന്നതിയുള്ള കാലമാണ്. ഭാഗ്യം അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായി പലവിധ നല്ല കാര്യങ്ങളും ഉണ്ടാകുന്ന കാലഘട്ടമാണ്. സന്താന ഭാഗ്യം, സന്താനങ്ങൾക്ക് ഉന്നതി ഇവയും ബന്ധുഗുണവും ലഭ്യമാകുന്ന സമയമാണ്. നല്ല സാമ്പത്തിക ഗുണവും ഭവന നിർമ്മാണവും വാഹനയോഗവും കാർഷിക ഗുണവും ലഭ്യമാവുകയും ചെയ്യും. അടുത്തതായി കന്നിക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്രയുടെ പകുതി. കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. കർമാധിപത്യവും ബുധന് തന്നെയാണ്. കളത്ര സ്ഥാനാധിപത്യം വഹിക്കുന്നത് വ്യാഴമാണ്. കുടുംബസ്ഥാനാധിപത്യം വഹിക്കുന്നതും വ്യാഴമാണ്. വിദ്യാസ്ഥാനാധിപത്യം ശുക്രനുമാണ്. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യകാര്യത്തിൽ അല്പം സൂക്ഷിക്കേണ്ട സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ഇടയ്ക്കിടെ രോഗാവസ്ഥകളൊക്കെ തോന്നാം, പക്ഷേ വിഷമിക്കേണ്ടതില്ല. അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയാലും അപ്പോഴപ്പോഴും ചികിത്സ നടത്തി അവ പരിഹരിച്ചു കൊള്ളണം. വലിയ ചികിത്സകൾക്കൊന്നും സാധ്യതയില്ല. മുൻപുണ്ടായിരുന്ന പല ചികിത്സാ വിഷയങ്ങളൊക്കെ ശമനമുണ്ടാകുന്ന സന്ദർഭവുമാണ്. സാമ്പത്തിക ഉന്നമനമുള്ള കാലഘട്ടമാണ്. അതുപോലെ നല്ല വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. മുൻവർഷത്തേക്കാൾ വിദ്യാഭ്യാസ ഉന്നതിയും പ്രശംസയും ഉണ്ടാകുന്ന കാലമാണ്. പ്രതീക്ഷിക്കുന്ന വിദ്യാഭ്യാസ യോഗവും ഉണ്ടാവും. വിദേശത്ത് നിന്ന് സാമ്പത്തിക ലഭ്യതയുള്ള സമയമാണ്. അത് കണക്ക് വിദേശത്ത് നിന്നായാലും ബിസിനസ് പരമായാലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണെന്നാണ് രാശിപ്രകാരത്തിൽ കാണുന്നത്. ഗൃഹനിർമ്മാണത്തിന് സാധ്യതയുണ്ട്. ഭൂമിപരമായ ഗുണങ്ങൾ മുതലായവയ്ക്കും സാധ്യതയുണ്ട്. ബാധ്യതകളൊക്കെ തീർന്നു കിട്ടുന്ന കാലഘട്ടവുമാണ്. മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കും. വിദേശ ജോലി ലഭ്യതയ്ക്ക് സാധ്യതയുണ്ട്. ബിസിനസ് മുഖേന ഉന്നതിയുണ്ട്. ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ സാധിക്കും. പൊതുവെ പറഞ്ഞാൽ കർമ്മപുഷ്ടിയുള്ള സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ഭാഗ്യാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വളരെയധികം ഭാഗ്യങ്ങൾ അവർക്ക് വന്നു ചേരുന്ന സന്ദർഭമാണ്. ഇഷ്ടവിവാഹം, വാഹനയോഗം, സന്താനഭാഗ്യം, കുടുംബധനസിദ്ധി മുതലായവയൊക്കെ അനുകൂലമായ സമയമാണ്. അഷ്ടമാധിപത്യമുള്ള ചൊവ്വയ്ക്ക് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, ഭദ്രകാളി ക്ഷേത്ര ദർശനം, ഗണപതി പൂജ, നവഗ്രഹ പൂജ ഇവയൊക്കെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തതായി തുലാം രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം. തുലാം രാശിക്കാർക്ക് ആരോഗ്യ വിഷയമെടുത്താൽ ശുഭകരമായ അവസ്ഥയായിരിക്കും അനുഭവമാകുക. വ്യാഴദൃഷ്ടി വരികയാൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പല വ്യാധികളും ഒഴിഞ്ഞ് പോവുകയും ചെയ്യും. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും സമാധാനമുണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഈ വരുന്ന വർഷത്തിൽ സംഭവിക്കുക. പൊതുവേ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചിന്താഗതി വർദ്ധിക്കുന്ന കാലമാണ്. അതിനാൽ ജീവിതത്തിലും പോസിറ്റിവിറ്റി വർദ്ധിക്കും. വിവാഹാദി വിഷയമെടുത്താൽ ചെറിയ കാലതാമസം, തടസ്സം ഇവയൊക്കെ വരുമെങ്കിലും വർഷ മധ്യഘട്ടം കഴിയുന്നതോടെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാകും. കുടുംബാംഗങ്ങളിൽ നിന്ന് നേരിട്ടിരുന്ന വൈഷമ്യങ്ങളൊക്കെ മാറുമെന്ന് മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ വിജയവും ഉണ്ടാകും. സഹോദരാദികളെ കൊണ്ടും സഹായം ലഭ്യമാകുന്ന കാലമാണ്. വാഹനയോഗം, ഗൃഹഭാഗ്യം, ഭൂമി ലഭ്യത, കാർഷിക ഗുണം ഇവയും സിദ്ധിക്കും. വിദ്യാഭ്യാസ വിഷയമെടുത്താൽ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകും. ഇടയ്ക്ക് അലസ, അസ്വസ്ഥത ഇവയുണ്ടാകുമെങ്കിലും അവയെ അതിജീവിക്കുവാനും കഴിയും. കഴിഞ്ഞുപോയ വർഷത്തിലുണ്ടായതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ യോഗം ഈ വർഷം ലഭിക്കും. വിദേശ ഗമനത്തിനും സാധ്യതയുണ്ട്.
സാമ്പത്തിക രംഗം എടുത്താൽ തരക്കേടില്ല എന്ന് പറയാം. ചെലവ് നിയന്ത്രണ വിധേയമാക്കണം. സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ ഇവ പരമാവധി ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കർമ്മരംഗവുമായി നോക്കിയാൽ തൊഴിൽ അഭിവൃദ്ധി, നൂതന തൊഴിൽ ലഭ്യത, ബിസിനസ് രംഗം, വിദേശ ജോലി ലഭ്യത ഇവയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. കഷ്ടപ്പെട്ട് നടന്നിരുന്ന കാലമൊക്കെ മാറി ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയവുമാണ്. ഭാഗ്യാനുഭവങ്ങളുള്ള കാലവുമാണ്. ആഗ്രഹിച്ചിരുന്ന പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് മാത്രമല്ല, വിദേശ ഗമനവും സാധ്യമാകും. പുണ്യസ്ഥല സന്ദർശനങ്ങൾ, ദാനധർമാദികൾ ഇവയ്ക്കൊക്കെ താല്പര്യപ്പെടുകയും ചെയ്യും. അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ വഴിപാടുകളൊക്കെ ചെയ്യുക, മഹാലക്ഷ്മി ക്ഷേത്രം, അതുപോലെ ഗണപതി ഹോമം ഇവയൊക്കെ ചെയ്യുന്നത് ദോഷപരിഹാരത്തിന് ശുഭകരമായിരിക്കും. അടുത്തതായി വൃശ്ചികൻ രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത്. വൃശ്ചികൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും. ഇവരെ സംബന്ധിച്ച് ആരോഗ്യം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആദ്യഘട്ടത്തിൽ പലവിധത്തിലുള്ള ചികിത്സകളൊക്കെ വരാമെങ്കിലും വർഷമധ്യത്തോടുകൂടി അവ പരിഹരിക്കപ്പെടും. അതായത് ആരോഗ്യ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ക്ഷതം, വിഷഭയം, അഗ്നിഭയം, നരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. തുടർച്ചയായി ചികിത്സ നടന്നുകൊണ്ടിരുന്നവർക്ക് ആ രോഗത്തിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും. കുടുംബത്തിൽ അസ്വസ്ഥതകൾ, മാതാവിൻ്റെ രോഗാരിഷ്ടതകൾ, ബന്ധുമിത്രാദികളിൽ നിന്നുള്ള വിരോധം ഇവയൊക്കെ ഉണ്ടാകാം. സംസാരത്തിലും സ്വഭാവത്തിലും വളരെ സമാധാനപരമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. വിവാഹത്തിന് അനുകൂല കാലമാണ്. പ്രതീക്ഷിക്കുന്ന വിവാഹമൊക്കെ നടന്നു കിട്ടും. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യാനുഭവങ്ങളുണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാവുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഈ വർഷത്തെ അനുഭവത്തിൽ നിന്ന്, അതായത് രാശിപ്രകാരമുള്ള സ്ഥിതിവിവരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വിദ്യാഭ്യാസം ഉന്നത തന്നെ പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാകും. വിദേശ വിദ്യാഭ്യാസ യോഗ്യത, മെച്ചപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ള ഭാഗ്യം ഇവയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല. മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടർന്ന് ചെയ്യുവാനുമാകും. സ്വർണങ്ങൾ, വസ്തുവകകൾ, നിക്ഷേപ പദ്ധതി ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക മെച്ചമുള്ള കാലഘട്ടവുമാണ്. തൊഴിൽ അനുകൂലമായ സമയമാണ്. ഇൻ്റർവ്യൂകളിലൊക്കെ പാസ്സായി അത് മുഖേന മെച്ചപ്പെട്ട ജോലിയൊക്കെ കിട്ടുവാൻ സാധ്യതയുണ്ട്. വിദേശത്തായാലും ജോലി ലഭ്യതയ്ക്ക് സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് വിജയിക്കും. കാർഷിക ഗുണം ഇവയും പ്രതീക്ഷിക്കാം. നേതൃസ്ഥാനം വഹിക്കുന്ന ഉന്നത പദവിയിലെത്തുവാനൊക്കെയുള്ള ഭാഗ്യവുമുണ്ട്. പലവിധ ഭാഗ്യാനുഭവമുള്ള കാലമാണ്. ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഏത് പ്രകാരത്തിലും ശുഭകരമായിരിക്കും. ധനുരാശിയിൽ ഉള്ള നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം. ആദ്യം നമുക്ക് ആരോഗ്യ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ, സാധാരണ കാണുന്ന ശൈലീ രോഗങ്ങളൊക്കെ ഉണ്ടാകാം എന്നതൊഴിച്ചാൽ മറ്റു വലിയ രോഗാവസ്ഥകൾക്കൊന്നും സ്ഥാനമില്ല. മുൻപുണ്ടായിരുന്ന രോഗാവസ്ഥകളൊക്കെ മാറിക്കിട്ടുന്ന സന്ദർഭവുമാണ്. വ്യാഴദൃഷ്ടി വരുന്നതുകൊണ്ട് ആരോഗ്യപരമായും മാനസികപരമായും ഗുണാനുഭവമായ കാലഘട്ടമാണ് ലഭ്യമാകാൻ പോകുന്നത്. വളരെ മെച്ചപ്പെട്ട വിവാഹമുണ്ടാകും. തടസ്സപ്പെട്ടിരുന്ന വിവാഹാദി വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകും. പ്രതീക്ഷിക്കാതെ നല്ല വിവാഹമൊക്കെ നടന്നു കിട്ടും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. കുടുംബ സൗഖ്യം ഇവയൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തെപ്പറ്റി പറഞ്ഞാൽ അത്യുന്നതിയിലുള്ള വിദ്യാഭ്യാസ യോഗമുണ്ട്. പ്രശംസയും ആശംസകളുമൊക്കെ ഉണ്ടാവും. ഗണിതശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ നല്ല സമയമാണ്. മുൻ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ ഉന്നതിയുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയും ഉള്ള കാലമാണ്. മുടങ്ങിക്കിടന്ന സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും വിദേശത്ത് ജോലിക്ക് തേടിപ്പോയി ജോലി ലഭിക്കുവാനും കാർഷികപരമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും സാധ്യതയുള്ള കാലവുമാണ്. ഭൂസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവ്വസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് ഉന്നതിക്ക് സാധ്യതയുണ്ട്. പൊതുവേ വർഷാന്ത്യം
ധനുരാശിക്കാർക്ക് വളരെ ഗുണകരമായ അനുഭവങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. പലവിധ സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന ഘട്ടമാണ്. വിവാഹഭാഗ്യം, ഗൃഹഭാഗ്യം, വാഹനഭാഗ്യം, തൊഴിൽ ഭാഗ്യം, സന്താനഭാഗ്യം മുതലായവയ്ക്ക്. ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അടുത്തതായി മകരം രാശിക്കാർ. ആരോഗ്യം പൊതുവെ ഗുണകരമായിരിക്കുന്ന കാലഘട്ടമാണ്. എന്നിരുന്നാലും ചെറിയ തോതിൽ വിഷഭയം, ക്ഷതം ഇവയൊക്കെ ഉണ്ടാകുവാനും ചെറിയ സാധ്യതയുണ്ട്. വിവാഹ വിഷയം എടുത്ത നല്ല വിവാഹമൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ഉദ്ദിഷ്ട വിവാഹം, ദാമ്പത്യ സൗഖ്യം, ഗൃഹസൗഖ്യം ഇവയൊക്കെ ഉണ്ടാകും. വിദ്യാഭ്യാസ വിഷയമെടുത്താൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുള്ള കാലഘട്ടമാണ്. മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നടന്നു കിട്ടും. പ്രശംസ, ബഹുമതി ഇവയൊക്കെ ഉണ്ടാകും. വിദേശ പഠനം ഇവയും അനുകൂലമായിട്ട് വരും. പ്രൊഫഷണൽ രംഗത്തുള്ള വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട കാലഘട്ടമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2ാം ഭാഗത്തിൽ വരുങ്ങിയാൽ മുടങ്ങിക്കിടന്ന സംരംഭങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും കൃഷി മുതലായ കാര്യങ്ങളിൽ ലാഭം ഉണ്ടാകുവാനും വിദേശ ധനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ ഭൂമി ലഭ്യത, വസ്തുലഭ്യത, വാഹനയോഗം ഇവയ്ക്കും സാധ്യതയുണ്ട്. ഗവൺമെൻറ് പരമായിട്ടോ അല്ലാതെയോ മെച്ചപ്പെട്ട ജോലി കിട്ടുവാൻ സാധ്യതയുള്ള കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ വിജയിച്ച് ജോലി ലഭിക്കുന്ന കാലഘട്ടമാണ്. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുരോഗതിയുള്ള കാലഘട്ടമാണ്. പലവിധ ഭാഗ്യാനുഭവങ്ങൾ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഏത് പ്രകാരത്തിലും ശുഭകരമായിരിക്കും. അടുത്തതായി കുംഭൻ രാശി. കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടത്തിൻ്റെ 2ാം പകുതിയും ചതയവും പൂരുരുട്ടാതി. അപ്പോൾ ഈ കുംഭൻ രാശിയിലോട്ട് വ്യാഴ ദൃഷ്ടി ഉള്ളത് കൊണ്ട്, സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുംഭൻ രാശിക്കാർക്ക് ശുഭാനുഭവങ്ങളായിരിക്കും കൂടുതലായി ഈ വർഷം ലഭ്യമാകുക. ആരോഗ്യകാര്യത്തിൽ വിഷമിക്കേണ്ട സന്ദർഭങ്ങളൊന്നുമില്ല. ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുവാൻ സാധിക്കും. പലവിധ രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും. മനസ്സിന് പൂർവാധികം ബലവും വർദ്ധിക്കും. കുടുംബ വിഷയങ്ങളൊക്കെ എടുത്താൽ കുടുംബത്തിൽ സമാധാനവും സന്തുഷ്ടിയുമൊക്കെ ഉണ്ടാകും. നല്ല വിവാഹയോഗം, അത് കണക്ക് മുടങ്ങിക്കിടന്നിരുന്ന വിവാഹാദി വിഷയങ്ങളിലൊക്കെ പരിഹാരം, നല്ല ദാമ്പത്യ ജീവിതം ഇവയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സന്താനഭാഗ്യവും ഉള്ള സമയമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അല്പം അലസതയൊക്കെ തോന്നാമെന്ന് വന്നാലും വർഷമധ്യത്തോടെ വിദ്യാഭ്യാസത്തിൽ ഉന്നതി നേടാനാകും. വിദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യുവാനും സാധിക്കും. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് കൂടെ അനുകൂലമാണ്. സാമ്പത്തിക മെച്ചമുണ്ടാവുന്ന കാലമാണ്. തൊഴിൽപരമായിട്ട് അനുകൂലത, പൂർവിക ധനസിദ്ധി, ബിസിനസ്സിനകത്ത് ഉയർച്ച, മെച്ചപ്പെട്ട ജോലി ലഭ്യത, വാഹന ഭാഗ്യം, ഗൃഹനിർമ്മാണം മുതലായി പലവിധ അനുകൂലതകളും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ കുംഭൻ രാശിക്കാരെക്കുറിച്ച് വലിയ വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വരാൻ പോകുന്നത്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അടുത്തായി മീനൻ രാശിക്കാരെക്കുറിച്ചാണ്. പൂരട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി ചേരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജന്മരാശിയിലാണ് ശനിയുടെ സഞ്ചാരം. കഫപീഡ, വായുപീഡ മുതലായവയ്ക്ക് ഉണ്ടാകാം. ക്ഷതങ്ങൾ, വീഴ്ച, അഗ്നിഭയം മുതലായ രോഗാരിഷ്ടതകളും ഉണ്ടാകാം. കുടുംബകാര്യത്തിലും ചില മനോവിഷമങ്ങളൊക്കെ നേടുവാൻ സാധ്യതയുണ്ട്. സമാധാനത്തിലൂടെ പരിഹരിച്ചു കൊള്ളണം. ഇവയൊക്കെയാണെങ്കിലും മാതാവിന് സൗഖ്യമുണ്ടാവും. നല്ല ഭവന നിർമ്മാണത്തിന് യോഗമുണ്ട്. ഭൂമി ലഭ്യതയ്ക്ക് യോഗമുണ്ട്. നല്ല വിവാഹ യോഗത്തിന് സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അന്യദേശത്തൊക്കെ പോയി താമസിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം. അന്യരുമായിട്ട് വിരോധങ്ങളോ മാനസികമായിട്ട് ശത്രുതയോ ഒക്കെ തോന്നാം.
എന്നിരുന്നാലും വർഷമധ്യം കഴിയുന്നതോടുകൂടി അത് ഗുണകരമായി തന്നെ ഭവിക്കുകയും ചെയ്യും. മംഗളകാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. കുടുംബത്തിൽ സന്താനങ്ങളിലേക്ക് വിവാഹാദിപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളാണ്. സന്താനങ്ങൾക്ക് പലവിധേന ഉന്നതി ഉണ്ടാകുന്ന സന്ദർഭമാണ്. വിദേശഗമനം, പ്രശംസ, ബഹുമതി മുതലായി പലതരത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന കാലഘട്ടമാണ്. മുടങ്ങിക്കിടന്ന സംരംഭങ്ങളിലൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ട് എന്ന് കരുതിയ ധനം വീണ്ടും കിട്ടും. കേസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുകയും ചെയ്യും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യതയുടെ കാലമാണ്. പുതിയ ബിസിനസ്, മറ്റ് തൊഴിൽ മേഖലകൾ ഇവയൊക്കെ ശുഭകരമായി വരും. പല വിധത്തിൽ ഭാഗ്യാനുഭവങ്ങളും ഉള്ള കാലഘട്ടമാണ്. വിദേശഗമനം, പുണ്യസ്ഥല സന്ദർശനം, മംഗളയാത്രകൾ, മംഗളാനുഭവങ്ങൾ ഇവയൊക്കെ സാധ്യമാകും. ഏവർക്കും നല്ല ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.